ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒറിജിനൽ കോലം. ഇന്ന് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിനു വേണ്ടി ഞാൻ തന്നെ സ്വയം സാരിയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ മേക്കപ്പ് പരിപാടി, പുട്ടി സംഭവങ്ങളൊക്കെ ഇടാം. പുട്ടിയൊന്നും ഇടില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ലാക്ടോ കലാമീൻ്റെ ഫേസ് ലോഷനാണ് മുഖത്ത് അപ്ലൈ ചെയ്തത്. അതൊരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്തതാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ BB ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുക. ഒരുപാട് പേരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഈ സാധനം മേടിച്ചതായിരുന്നു. പക്ഷേ എനിക്കിത് മുഖത്തിന് അങ്ങ് ചേരുന്നില്ല. അടുത്തത് ഒരു സാൻഡലിൻ്റെ ഒരു പൗഡർ, അത് മുഖത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ കണ്ട സാധനങ്ങളൊന്നും വാരി വലിച്ച് തേക്കൂല. ആകെ ഒരു കൺമഷി ഇടും, ഒരു പൊട്ടിടും, അത്ര മാത്രമായിരുന്നു. ഇപ്പം എന്താ പറയുക, കാലം മാറുന്നതിനനുസരിച്ച് കോലും മാറണ്ടേന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു ഞാനൊക്കെ ഇങ്ങനെയായത്. അടുത്തത് ഇതേ ഒരു ഐബ്രോ പെൻസിൽ. ഇതേ അതിന് ടിപ്പൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ എൻ്റെയൊക്കെ മുറിഞ്ഞു പോയേക്കാണ്. ഇനിയിപ്പോൾ ചെത്തിക്കളയാനായിട്ട് എൻ്റെ ഷാർപ്നർ തേടി നടക്കണ്ടാലോ എന്ന് ഓർത്തുള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്തത് ഞാനൊരു ഐലിനിയറാണ് കേട്ടോ എഴുതിയത്. ഞാൻ സാധാരണ വാട്ടർ പ്രൂഫാണ്, ഫേസസ് കാനഡയുടെ വാട്ടർ പ്രൂഫ് ഐലിനിയറാണ് യൂസ് ചെയ്യുക. ഇതിന് അമ്പലത്തേക്ക് പോയി വന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് കളയല്ലോ എന്ന് ഓർത്തിട്ട് വേറെ ഏതോ ഒരു ഐലിനിയർ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതേ കൺമഷി ഇട്ടു. കൺമഷി എനിക്ക് ചേരില്ല. മറ്റേ ഐബ്രോ പെൻസിൽ കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ണൊക്കെ എഴുതാറുള്ളത്. ഐബ്രോ പെൻസിലിൻ്റെ അവസ്ഥ കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് കൺമഷി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതേ സിന്ദൂരം വെക്കുന്ന ഒരു സംഭവം വെച്ച് പൊട്ടും വെച്ചു. ലിബം ആദ്യം ഇടുന്നതാന്ന് പറഞ്ഞാൽ കാറ്റുകാലാണ്. ചുണ്ടിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്. അതിനുശേഷം ചുണ്ടൊന്ന് ചോപ്പിക്കാനായിട്ട് ഏതോ ഒരു ലിബാമല്ല, വീണ്ടും ലിപ്സ്റ്റിക്ക് എടുത്ത് വീണ്ടും ചുണ്ടുമ്മയൊക്കെ തേച്ച് കൊടുത്തുട്ടാ. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു, എന്നിട്ട് ഇത് തീരുന്നില്ല. എന്താണാവോ? എന്നല്ല ഞാൻ ഡെയിലിയൊക്കെ ഇടുന്നു കാണാം. കുഴപ്പമില്ല, ഞാൻ തീർത്തിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. മുടിയൊക്കെ ഞാൻ കണ്ട പറത്തി വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുടിയൊക്കെ ഒന്ന് നീറ്റാക്കി കെട്ടിയിട്ട് വരാം. അമ്പലത്തിക്കല്ലേ പോകണമെന്ന് പറഞ്ഞിട്ട് കുളിച്ച പിന്നലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ കുളിച്ച പിന്നൽ എന്നാണ് കേട്ടോ പറയുക. ബാക്കിയുള്ള അവിടെ എന്താണാവോ പറയുക. അപ്പം ഇനിയും കുറച്ച് പരിപാടി, എൻ്റെ കമ്മൽ, മാല, വള അങ്ങനെയൊക്കെ എടുത്തിട്ടു. പിന്നെ ഇതേ സിന്ദൂരം. ഈ സാധനം ഞാൻ അങ്ങനെ തൊടാറൊന്നുമില്ല, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. എങ്കിലും സാരിയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കെന്ന് പറഞ്ഞിട്ട് സിന്ദൂരമൊക്കെ ഇട്ട് മറ്റേ പൂമുഖ വാതിൽക്കൽ ചന്ദനം നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പം ഞാൻ പൗഡർ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊരു കുറിയിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അതും അമ്പലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. കണ്ട, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. കുങ്കുമൊക്കെ മൂക്കിലൊക്കെ തേച്ചെല്ലാം ബാക്കി. അപ്പം ഞാനിനി ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന അമ്പലത്തിൽ പോക്ക് നടക്കില്ല. അപ്പം ഞാൻ വേഗം അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.